മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, ഒന്നുകൂടി പറയാം, ഷെയ്ഖ് ഹസീനയല്ല, ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടുപോയി, ഇന്ത്യയിലുണ്ട് എന്നാണ് ബംഗ്ലാദേശ് വരെ പറയുന്നത്. ഇന്ത്യയോട് വിട്ടുകൊടുക്കാൻ പറഞ്ഞ് അവരുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ഒരു ചാനലിൽ വന്നത് ഷെയ്ഖ് ഹസീനയെ വിട്ടുതരണം എന്നല്ല, ഷെയ്ഖ് ഹസീനെ വിട്ടുതരണം എന്നാണ്. ഈ ശേഷി സ്വഭാവവും ഈ ശേഷി വർത്താനവും എന്നുള്ള രീതിയിലാണ് വാർത്തകൾ എഴുതുന്ന ഒരു ചാനലാണ്. നമുക്കൊക്കെ അറിയാം, പല ചർച്ചകളും അവരുടെ ഇപ്പോൾ ഭയങ്കര വൈറലാണ്. ഇത് കണ്ടു ചിരിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ഈ ചാനൽ കാണുന്നുണ്ട്. ഞാനൊക്കെ സ്ഥിരമായി കാണുന്നുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ ടെൻഷനും അതുപോലെ നമ്മുടെ ഈ ഓഫീസ് ടെൻഷനൊക്കെ വരുന്ന സമയത്ത് ഞാൻ എന്തെന്ന് വെച്ചാൽ ഇതിലെ ചർച്ചകൾ കാണും. ഭയങ്കര രസമാണ് ഇത് കാണാൻ. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ചർച്ചാ വിഷയം ഷെയ്ഖ് ഹസീന, ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലോട്ട് വന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടുന്ന് പോകാൻ നോക്കി, വേറെ എവിടേക്കും സാധ്യമായില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിലുണ്ട് എന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കണം. ഇവിടെ ഇന്ത്യയിലുണ്ട്. രാഷ്ട്രം എന്നുള്ളതിനൊക്കെ അവരുടെ ആവശ്യം ന്യായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നാട്ടിൽ അഴിമതി കാണിച്ച ഒരു ഭരണാധികാരിയെ അവർക്ക് വിചാരണ ചെയ്യാനുള്ള അവകാശം. ഈ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കരാറ് ബന്ധപ്പെട്ട അഴിമതി ആരോപണം പറഞ്ഞ് ഇവര് പൊരത്തന്റെ പേരിൽ കേസ് എടുക്കാനായിട്ട് അറിയാലോ, ഉള്ള മൊത്തം കേസും കൊണ്ട് ചേർത്തു. പക്ഷേ ബംഗ്ലാദേശ് പോലെ രാജ്യത്ത് അഴിമതിക്ക് സാധ്യത കൂടുതലാണെന്നാണ് അവിടുത്തെ ഒരു നിലവാരം വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാവുന്ന ഒരു അഴിമതി ആയിരിക്കണം പുറത്തു വന്നത്. അറിയാത്ത അഴിമതികൾ ഉണ്ടാവും, അന്വേഷിച്ച് അവർ കണ്ടെത്തുമായിരിക്കും. ഇത് വിത്ത് പ്രൂഫ് ആയിരിക്കും ഇന്ത്യ സർക്കാരിനോട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആവശ്യപ്പെട്ടത് വിത്ത് പ്രൂഫ് എല്ലാ രേഖകളോടും കൂടിയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ ബംഗ്ലാദേശിനെ കാണുന്നുണ്ടെങ്കിൽ അതൊരു കടമ തന്നെയായിരിക്കും. ശരിക്കും അങ്ങനെ ഒരു കുറ്റവാളിയായിട്ടുള്ള പഴയ പ്രധാനമന്ത്രിയെ തിരിച്ചു വിടണം എന്നുള്ള കാര്യങ്ങളും പ്രോട്ടോകോളും അതെ, ഒരു തെളിവടക്കം പറയുകയാണെങ്കിൽ വിടേണ്ടി വരും എന്നുള്ളതാണ് ധനരാജ് പറയുന്നത്. ഓക്കെ, ഇപ്പോ നമ്മൾ നോക്കൂ, ഇവര് ഭരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു സാമ്പത്തിക വളർച്ച ഒരുപാട് മുന്നിലേക്ക് ബംഗ്ലാദേശ് വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവര് ജനാധിപത്യ രീതിയിൽ വോട്ടെടുപ്പിലൂടെ പ്രധാനമന്ത്രിയായ ഒരാളാണ്. അതെ, ആ ഒരാളെ പെട്ടെന്ന് പുറത്താക്കിയിട്ട് പെട്ടെന്ന് ഒരു പരാതി വരികയാണ്. അങ്ങനെയുള്ള പരാതികൾ നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ വിത്ത് പ്രൂഫ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്കിപ്പോ അസാദിന്റെ കേസ് നമുക്കറിയാമല്ലോ, സിറിയയിലെ കേസ്. ഒരിക്കലും റഷ്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ വിട്ടുകൊടുക്കില്ല നമുക്കൊക്കെ ഉറപ്പുണ്ട്. ഏതാണ്ട് ആ ഒരു കേസ് തന്നെയാണ് ഇവിടെ ഉള്ളതും. ഷെയ്ഖ് ഹസീനയുടെ കേസിൽ അവിടെ ജമാഅത്ത് ഇസ്ലാമി ഭരണം പിടിച്ചെടുക്കി അവിടെ ഷെയ്ഖ് ഹസീനെ അവർ നാട് കടത്തി എന്ന് പറയാൻ പറ്റില്ല, അവർ രക്ഷപ്പെട്ടു ഇന്ത്യയിലോട്ട്. പക്ഷേ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് ബംഗ്ലാദേശിനെ ഇപ്പോഴും ഇന്ത്യ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഭരണം എന്നാണ് ബംഗ്ലാദേശിനെ ഇപ്പോഴും ഇന്ത്യ കാണുന്നത്. കാരണം ഇന്ത്യയും കൂടി ചേർന്നിട്ടാണ് അങ്ങനെ ഒരു രാഷ്ട്രത്തിന്റെ. അതല്ല ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹമാസ് ഭരിക്കുന്ന പാലസ്തീൻ ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ കാണുന്നുണ്ടോ എന്നുള്ളതിന്റെ കാര്യത്തിൽ വലിയ സംശയമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു നില നോക്കുകയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇപ്പൊ ഒരു എന്താ പറയുക, ഒരു ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടന, അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സംഘടന ബംഗ്ലാദേശ് ഭരിക്കുമ്പോൾ അതൊരു രാഷ്ട്രത്തിന്റെ പരമാധികാരമായിട്ട് ഇന്ത്യ കാണണോ വേണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. അത് നോക്കുമ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് അങ്ങനെ തന്നെ കാണാം. കൃത്യമായി നോക്കി കാണാനുള്ള ഒരു അവകാശവും ഇന്ത്യ എന്ന മഹാരാജ്യത്തിനുണ്ട്. പക്ഷെ നോക്കൂ, നമ്മുടെ നാട്ടിൽ തന്നെ ഈ മതവാദികൾ, ഈ ബംഗ്ലാദേശിന്റെ വസന്തം എന്ന് പറയുന്ന വസന്തം എന്നെഴുതി അതില് ഈ മഞ്ഞുകാലത്ത് അതോർത്ത് കുളിരു കൊള്ളുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്ത് ഈ ഒരു വൃശ്ചിക മഞ്ഞ് കൊള്ളുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ സംഭവിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവര് നോക്കി കാണുന്ന ഒരു ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഒരു വിമോചനം എന്നുള്ള രീതിയിൽ ഇതിനെ കാണുന്നുണ്ട്. നമ്മൾ ഇതുവരെയുള്ള ബംഗ്ലാദേശിന്റെ ചരിത്രവും അതിനുശേഷമുള്ള ഇവരുടെ ഭരണം, ഇപ്പോഴത്തെ പുതിയ ഭരണത്തിലേക്ക് എത്തിയ ആളുകൾ ഭരിച്ചു തുടങ്ങിയതിന് ശേഷമുള്ള ബംഗ്ലാദേശിന്റെ ഒരു അവസ്ഥയും നോക്കിക്കാണുമ്പോൾ അവിടെ ഒരുപാട് ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്നു. ഹിന്ദു ക്ഷേത്രങ്ങളടക്കം തീയിടുന്നു, അതിലെ പുരോഹിതനായിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്തുന്നു, തൂക്കിക്കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം, ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദു മാത്രമല്ല ക്രിസ്ത്യൻ എല്ലാവരെയും വൻതോതിൽ ആക്രമിക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവര് അതിനെക്കുറിച്ചൊരു ചർച്ചയില്ല. പക്ഷെ കാരണം അത് ബംഗ്ലാദേശിലാണ് ഒരു പ്രത്യേക വിഭാഗമാണ് ചെയ്യുന്നത് എന്നുള്ളതുണ്ടാവും. കാരണം ഇതിനു മുമ്പ് ലജ്ജ എന്നുള്ള നോവലജിന്റെ പേരിലാണ് തസ്ലീമ നസ്രീൻ ഇന്ത്യയിലോട്ട് രക്ഷപ്പെട്ടു പോകുന്നത്. അത് മറ്റേ 1992 ബാബറി മസ്ജിദിന്റെ തകർച്ചയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ കലാപത്തെ പറ്റി പുള്ളിക്കാരി ഒരു നോവൽ എഴുതി. അതിന്റെ പേരിലാണ് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നത്. കാരണം അവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ഇപ്പൊ ഈ പറയുന്ന ബംഗ്ലാദേശ് അല്ല, ജനാധിപത്യ രാജ്യം എന്ന് നമ്മൾ പറയുന്ന ബംഗ്ലാദേശിലും ഇതായിരുന്നു അവസ്ഥ. പക്ഷേ
ഇപ്പോൾ കുറച്ചും കൂടെ അവർക്ക് ഫ്രീഡം കിട്ടിയപ്പോൾ അവർ ഒന്നും കൂടെ അഴിഞ്ഞാടാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു വയനാട്ടിൽ നിന്നും ജനിച്ചുകൊണ്ടാവാം പ്രിയങ്ക ഗാന്ധിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. കാരണം അവരുടെ മുത്തശ്ശി അവരുടെ അതേ ഷായി ഉണ്ട് എന്ന് കോൺഗ്രസ്സുകാർ അവകാശപ്പെടുന്ന, ഞാൻ കണ്ടതിൽ വെച്ച് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ദേശീയവാദത്തിലുള്ള പ്രധാനമന്ത്രി. ശരിക്കും ദേശീയവാദം എന്താണ്, രാഷ്ട്രീയം എന്താണെന്ന് കൃത്യ അളവിൽ തൂക്കി രാജ്യത്തെ ഭരിച്ചൊരു, രാഷ്ട്രീയത്തെ മറക്കാം, പക്ഷെ അവരുടെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയവും അതിൻ്റെ കൂടെ ദേശീയതയും കൃത്യമായ തോതിൽ അളവിൽ മുന്നോട്ട് കൊണ്ടുവന്ന് രാജ്യം ഭരിച്ച, ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ആ ഇന്ദിരാഗാന്ധിയുടെ ഇനിഷ്യേറ്റീവാണ്. അവർക്ക് ഒരാവശ്യമില്ലായിരുന്നു ബംഗ്ലാദേശിൽ ഈ പ്രശ്നം വന്നിട്ട് അവിടെ കയറി ഇടപെടേണ്ട ഒരാവശ്യമില്ല. പക്ഷെ അവർ നോക്കി കണ്ടത് കൃത്യമായ രീതിയിൽ അവരുടെ രാഷ്ട്രീയമായിരുന്നു. പക്ഷെ അവരത് മുൻപോട്ട് പോയപ്പോൾ രാജ്യത്തിന് കടുത്തൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ആ സമയത്ത് ദാരിദ്ര്യം വരെ വന്നു. അമേരിക്കൻ മാവ് വൻതോതിൽ വന്ന ഒരു സമയം കൂടിയായിരുന്നു അത്. അമേരിക്കൻ മാവ് എന്ന് പറയുന്നത് മൈദയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ധൻരാജിന്റെ ഫേവറേറ്റ് ഫുഡ് പൊറോട്ട ഉണ്ടാക്കുന്ന സാധനത്തിന് ആദ്യത്തെ പേരാണ് അമേരിക്കൻ മാവ്. ഈ പേരൊക്കെ കൂടുതലായിട്ട് പ്രചാരത്തിൽ വന്നത് ഈ ബംഗ്ലാദേശ് യുദ്ധത്തിന്റെ സമയത്തുള്ള ദാരിദ്ര്യമാണ്. അപ്പൊ അത്രത്തോളം അതിനു വേണ്ടി മുന്നോട്ട് ഇറങ്ങിയ ആ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ, ആ കൊച്ചുമകൾ എന്ന് വെച്ചാൽ അവരുടെ അതേ ഷായിയാണെന്നാണ് പറയാം. അപ്പോൾ അത് വെച്ചിട്ടാണ് കോൺഗ്രസ് ഇവരെ പ്രചാരണത്തിൽ ഇറക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ മുന്നോട്ട് വന്നിട്ടും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാൻ കോൺഗ്രസിന് ഒരു വാക്ക് പോലും പറയാൻ കഴിയാത്തൊരവസ്ഥ. അതെ അതെ, ഇവിടെയും പറയാൻ പറ്റില്ല, അവിടെയും പറയാൻ പറ്റാത്ത അവസ്ഥ. രണ്ട് CPM-ഉം അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല, ബാക്കി പ്രതിപക്ഷ പാർട്ടികളും ആരും മിണ്ടുന്നില്ല. തൊട്ടടുത്ത അയൽവകക്കാരെയുള്ള മമതാ ബാനർജി ഇതിനെക്കുറിച്ച് അറിഞ്ഞതായി ഭാവിക്കുന്നില്ല. ഈ സർക്കാർ പോലും അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? അല്ല, ഇതൊക്കെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നതിന് കൂടുതൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും നമുക്ക് അറിയാൻ പറ്റില്ല. അല്ല, പൊളിറ്റിക്സിൽ ഏത് ഈ പറഞ്ഞ ജനാധിപത്യമാണെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടിയാലേ അവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ഒരു ഭൂരിപക്ഷ വോട്ട് ബാങ്ക് എവിടെയാണോ അവരെ പ്രീണിപ്പിച്ചാൽ മാത്രമേ ജനാധിപത്യത്തിൽ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. അത് കേരളത്തിലായാലും ഇന്ത്യയിലും ഒക്കെ നമ്മൾ കാണുന്നത് അതാണ്. അതിന്റെ വലിയൊരു എക്സാമ്പിളാണ് ഞാൻ ഇപ്പൊ കണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ലക്ഷ്യം വെച്ചിട്ടാണോ എന്ന് തോന്നുന്നുണ്ട്. DYFI അടക്കമുള്ളവർ ഇപ്പൊ മറ്റേ ക്രിസ്മസ് കരോളിന്റെ അതൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ശുദ്ധ മണ്ടത്തരാണ്. കാരണം അരിഭക്ഷണം കഴിക്കുന്ന മലയാളികൾക്ക് കൃത്യമായിട്ട് അറിയാം ഈ ക്രിസ്മസ് കരോളും മറ്റതും മറിച്ചതും ഇതിനേക്കാളും വലിയ പെരുന്നാൾ വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയിട്ടില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇത് മലയാളികൾ കാണുള്ളൂ. കാരണം കേരളത്തിന്റെ പുറത്ത് ഇതിനേക്കാളും ഉള്ള വലിയ ആക്രമണങ്ങൾ പല ന്യൂനപക്ഷ വിഭാഗങ്ങളും നേരിട്ടിട്ടുണ്ട്. ഇന്ന് ഭൂരിപക്ഷ വിഭാഗം കേരളത്തിൽ ഇത് നേരിടുന്നുണ്ട്. അതെ, ആ സമയത്ത് മിണ്ടാതിരിക്കുകയും ഈ ഒരു സമയം വന്നപ്പോ ഇപ്പൊ നോക്കൂ, മുനമ്പത്തിലെ സമയത്തൊന്നും അവിടെ പോയിട്ട് എന്തുകൊണ്ട് വേറെ ഫെസ്റ്റിവൽ നടത്തിയില്ല? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും വോട്ട് ഒരാളുടെ കൺട്രോളിൽ എവിടെ വരുന്നോ, ബാങ്കായിട്ട് ഒറ്റയടിക്ക് എടുക്കാൻ പറ്റുന്ന എവിടെയോ അവിടെയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഈസി ആക്സസ് ഉള്ളത്. അപ്പൊ അത് ഭരിക്കുന്ന പാർട്ടി ആയാലും പ്രതിപക്ഷമായാലും ഒക്കെ അവിടെ മൗനം പാലിച്ചു കഴിഞ്ഞാൽ ഒരു വോട്ട് നഷ്ടപ്പെടേണ്ടെന്ന് വിചാരിക്കും. ഷെയ്ഖ് ഹസീനയുടെ ഭാവി എന്തായിരിക്കും? ഷെയ്ഖ് ഹസീന മിക്കവാറും അവരെന്തായാലും ഇന്ത്യയിൽ തന്നെ തുടരാൻ തന്നെ സാധ്യതയുള്ളൂ. ഇനി ഇന്ത്യ ഇടപെട്ടിട്ട് അവിടെ പുതിയൊരു ഭരണമാറ്റം പഴയമാതിരി ഇതുവരെ ചെയ്ത പോലെ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ഒരു ഭാവി കൂടി ഇന്ത്യക്ക് ആശങ്ക വരുന്ന ഒരു കാര്യമാണ്. ബംഗ്ലാദേശിൽ ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് ഇപ്പം തന്നെ നമുക്കറിയാം. അവിടെ ധാന്യത്തിന് പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം പവർ കൊടുക്കുന്നത് അദാനി പകുതിയായിട്ട് കുറച്ചു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ ഇന്ത്യക്ക് എന്തായാലും അതിനകത്ത് ഇൻവോൾവ് ആവാൻ പറ്റും, നയതന്ത്രപരമായിട്ട് ഇടപെടാൻ പറ്റും. അവിടെ പൂർണ്ണമായിട്ടും ഒരു ജനാധിപത്യ രാജ്യമായിട്ട് മാറുകയാണെങ്കിൽ അവർക്ക് എന്തായാലും വീണ്ടും ഒരു ജനാധിപത്യ രാജ്യമായി. ഇപ്പോൾ ജനാധിപത്യം ഇല്ലാത്തൊരവസ്ഥയാണല്ലോ. ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ അട്ടിമറിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഭരണത്തിൽ വന്നിരിക്കുന്നത്, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ പേരിലായാലും. അങ്ങനത്തെ ഒരു അവസ്ഥ മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഇന്ത്യക്ക് റോളുണ്ട് വീണ്ടും ഒരു ജനാധിപത്യ രാജ്യമാക്കി മാറ്റാൻ. ബംഗ്ലാദേശിന്റെ ഭാവി എന്താവും? ഷെയ്ഖ് ഹസീന ഫാൻസ് എത്രത്തോളം സന്തോഷിക്കപ്പെടും ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഭരണ രീതിയെ നോക്കിക്കണ്ട്? ഇന്ത്യ എങ്ങനെ ഇടപെടും? ഇതെല്ലാം അടുത്ത ദിനങ്ങളിൽ കാത്തിരുന്നു കാണേണ്ട കാര്യങ്ങളാണ്. മറ്റു വിഷയമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.